മാർക്കോ എന്ന സിനിമയുടെ പ്രൊഡ്യൂസറായ ഷെറീഫ് മുഹമ്മദ് തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഏറ്റവും പുതിയ സിനിമയാണ് കാട്ടാളൻ. അങ്ങനെ എടുത്തു പറയുന്ന പ്രത്യേക കാരണം എന്താണെന്ന് വെച്ചാൽ മാർക്കോ എന്ന സിനിമ അയാൾ ആളുകളിലേക്ക് എത്തിച്ച ആ ഒരു രീതി അങ്ങനെ കിടിലനായിട്ട് മാർക്കറ്റ് ചെയ്ത് ഒരു പ്രൊഡ്യൂസർ എന്നുള്ള നിലയിൽ ആ ഒരു വിഷൻ കാണിച്ചുകൊണ്ട് സിനിമനെ എങ്ങനെയൊക്കെ സഹായിക്കാൻ പറ്റുമോ അത്ര രീതിയിൽ പ്രൊഡ്യൂസ് ചെയ്ത് മാർക്കറ്റ് ചെയ്ത് അത് ആളുകളിലേക്ക് എത്തിച്ച ഒരു കിടിലൻ പ്രൊഡ്യൂസർ തന്നെയാണ് ഷെറീഫ് മുഹമ്മദ്. സോ അങ്ങേര് ഒരു പുതിയൊരു പടമായിട്ട് നമ്മുടെ മുമ്പിലേക്ക് വരുന്നു. അതും മാർക്കോ യൂണിവേഴ്സുമായിട്ട് എന്തൊക്കെയോ കണക്ഷൻ ഉണ്ട് എന്നുള്ളൊരു ഹിൻഡ് കിട്ടിയ ശേഷം ഈ പടം കാണുമ്പോൾ എന്താണ് എനിക്ക് തോന്നിയത് ഞാൻ പറയാം. എനിക്ക് ആദ്യമേ തന്നെ പറയാനുള്ളത് ഒരു നന്ദിയാണ്. നന്ദി വേറെ ആരോടും അല്ല, ഷമീർ മുഹമ്മദിനോടാണ്. ഈ സിനിമയുടെ എഡിറ്ററാണ്. 2 മണിക്കൂർ കൊണ്ട് അദ്ദേഹം പരിപാടി തീർത്തു. നമ്മളെ കൂടുതൽ അങ്ങനെ ബോറടിപ്പിക്കാതെ 2 മണിക്കൂറിൽ എല്ലാ പരിപാടിയും തീർന്നു. ഒരു ചെറിയൊരു പടം, ആക്ഷൻ ഫ്ലിക്ക് തന്നെയാണ്. വലിയ കഥയോ വലിയ കാര്യമായോ ഒരു സംഭവം നിങ്ങൾ പ്രതീക്ഷിച്ച് പോകരുത്. ഒരു ചെറിയൊരു ഗ്യാങ് വാർ ടൈപ്പ് ഒരു പടം. കുറേ കൊലപാതകം നടക്കും. അതാണ് ഞാൻ കൊലവെറി എന്ന് പറയുന്നത്. ഒരു ആനക്കൊമ്പ്, നമ്മൾ പുഷ്പ സിനിമയിൽ കണ്ടിട്ടുള്ള ചന്ദനക്കടത്ത്, ആ ചന്ദനത്തിന് പകരം ഒരു ആനക്കൊമ്പ്, ഒരു സെറ്റ് ഓഫ് ആൾക്കാർ ഒരു ആനക്കൊമ്പ് കടത്തി കഴിഞ്ഞാൽ എന്തായിരിക്കും കഥ? അത് തന്നെയാണ് ഇതിൻ്റെ കഥ. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്ഥിരമായിട്ട് ജനറിക്കായിട്ട് വളരെ ക്ലീഷേഡ് ആയിട്ടുള്ള രീതിയിൽ കാണാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ഇതിനകത്തുണ്ട്. ആളുകൾ തമ്മിൽ തല്ല്, ഇടയിലെ ആൾക്കാർ അങ്ങോട്ട് ഇങ്ങോട്ട് പാര വെക്കൽ, മറ്റേ ഗ്യാങ്ങിൻ്റെ ഒരാൾ നമ്മുടെ ഗ്യാങ്ങിൻ്റെ കൂടെ നിന്നിട്ട് നമ്മളെ അങ്ങോട്ട് ഒറ്റ കൊടുക്കുക, പിന്നെ അവർ തമ്മിലുള്ള റൈവൽറി, കുറേ കൊലപാതകങ്ങൾ, അതിൻ്റെ പേരിലുള്ള റിവെഞ്ച്, അവസാനം ഇതിനെല്ലാം മുകളിൽ വേറൊരു വലിയൊരു ഡോൺ ഉണ്ട് എന്നുള്ളൊരു ക്ലീഷേ ടൈപ്പ് ഒരു എൻഡിങ്ങും. ഇതിനപ്പുറത്തേക്ക് ഈ സിനിമയിൽ എന്തുണ്ട് എന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ച് ഒന്നും തന്നെ ഇല്ല. എനിക്ക് പക്ഷേ നമ്മുടെ ആൻ്റണി വർഗീസിനകത്ത് ഉണ്ടെന്ന് അറിഞ്ഞപ്പോഴേക്ക് എനിക്ക് ഐ വാസ് സോ എക്സൈറ്റഡ്. കാരണം മലയാള സിനിമയിൽ മോഹൻലാലിനും ജോർജു ജോർജിനും ശേഷം ഇങ്ങനൊരു കിൻഡൽ ഇടി അടിക്കാൻ പറ്റുന്നത് നമ്മുടെ പെപ്പയ്ക്കാണ്. അത് നമ്മൾ RDX സിനിമയിൽ എസ്പെഷ്യലി കണ്ടതാണ്. അയാളുടെ ഓരോ ഇടിക്കും ഓരോ പഞ്ചാണ്, ഓരോ കിൻഡൽ വെയിറ്റ് വരും. അപ്പോൾ അയാളുടെ ഒരു ആക്ഷൻ പടം, പ്രത്യേകിച്ച് ഒരു എയറേറ്റഡ് പടം ആയതുകൊണ്ട് കൂടി അത് പ്രതീക്ഷ തന്നെയാണ് പോയത്. പക്ഷേ ഈ സിനിമയിൽ അദ്ദേഹത്തിന് സ്ക്രീൻ പ്രസൻസ് വളരെ മോശമായിട്ടാണ് എനിക്ക് തോന്നിയത്. അദ്ദേഹം തന്നെ പറയും, കാരണം അദ്ദേഹത്തിന് വളരെ റെസ്പെക്റ്റ് ഉണ്ട്. പക്ഷേ ഉള്ള കാര്യം പറയുകയാണെങ്കിൽ അദ്ദേഹം ഇതിനകത്തൊന്നും ചെയ്തിട്ടില്ല. പ്രത്യേകിച്ച് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാകാൻ സമ്മതിച്ചിട്ടില്ല ഡയറക്ടർ. ഇങ്ങനെ തന്നെ പറയേണ്ടി വരും. കാരണം ഫുള്ള് ഫസ്റ്റ് ഹാഫ് ഞാൻ കണ്ടു തീർത്തപ്പോഴേക്കും നിർവികാരതയായിരുന്നു. വളരെ ഹൈ മൊമെൻ്റ് ആയിട്ട് തോന്നേണ്ട പല സീനുകളും പ്രത്യേകിച്ചൊന്നും തോന്നാതെ ജസ്റ്റ് ഇങ്ങനെ വികാരമൊന്നും ഇല്ലാതെ ഇങ്ങനെ കണ്ടിരിക്കേണ്ട ഒരു അവസ്ഥയായിരുന്നു ഫസ്റ്റ് ഹാഫ്. സെക്കൻഡ് ഹാഫിലേക്ക് വന്നപ്പോഴേക്കും ആക്ഷൻ സീക്വൻസുകളുടെ എണ്ണവും ഡ്യൂറേഷൻ അങ്ങോട്ട് കൂടി വന്നു എന്നത് ഒഴിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് മാറ്റം തന്നെ ഒന്നുമില്ല. ഇനീഷ്യലി ഈ സിനിമ കണ്ടു തുടങ്ങിയപ്പോൾ തന്നെ പുഷ്പ കാണുന്നൊരു ഫീലാണ് കിട്ടിയത്. കാരണം ഇതിനകത്ത് സുനിൽ വരുന്നുണ്ട്, പുഷ്പയിൽ തന്നെ അഭിനയിച്ച വേറൊരു ചെറിയൊരു ചോട്ടാ വില്ലനുണ്ട്. അപ്പോൾ അതിൻ്റെ സ്കോറും പുഷ്പയുടെ അതേ ലെവലിലുള്ളൊരു സ്കോറായിരുന്നു രവി ഭാസ്കർ ചെയ്തത്. അപ്പോൾ ശരിക്കും നമ്മളൊരു പുഷ്പയുടെ ഒരു സീക്വൽ അല്ലെങ്കിൽ സ്പിൻ ഓഫ് കാണുന്ന രീതിയിലായിരുന്നു ഫസ്റ്റ് ഹാഫൊക്കെ. രവി ഭാസ്കറിൻ്റെ കാര്യം പറയാനാണെങ്കിൽ ഒരു 5 പടത്തിനുള്ള സ്കോർ ഒറ്റൊരു പടത്തിൽ കുത്തി നിറച്ച് ചെയ്തു വെച്ചിട്ടുണ്ട്. ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല രവി ഭാസ്കറിനെ പറ്റി ഒരു നെഗറ്റീവ് രീതിയിൽ ഒരു സിനിമയെ പറ്റി സംസാരിക്കുമ്പോൾ പറയേണ്ടി വരും എന്നുള്ളത്. പക്ഷേ ഈ സിനിമയിൽ സൈലൻസ് എന്ന് പറഞ്ഞൊരു സംഭവമേ ഇല്ല. അതായത് ഒരു സെക്കൻഡ് പോലും വിടാതെ ലിറ്ററലി ഫസ്റ്റ് സെക്കൻഡ് മുതൽ എൻ ക്രെഡിറ്റ്സ് വരെ നിർത്താണ്ട് പാട്ട് അടിച്ചിട്ടുണ്ട്. ഒരുപാട് ട്യൂണുകൾ കുത്തി നിറച്ച് നമുക്കൊരു ബ്രീത്തിങ് സ്പേസ് ഓഡിയൻസ് എന്നുള്ള നിലയിൽ നമ്മൾ തിയേറ്ററിലൊന്ന് റിലാക്സ് ആയിട്ട് ഇരിക്കാൻ സമ്മതിച്ചിട്ടില്ല. ഇതിനു മുമ്പ് എനിക്കിങ്ങനെ തോന്നിയിട്ടുള്ളത് കങ്കുവേലാണ്. കങ്കുവേല ആൾ അലറി വിളിച്ച് അങ്ങോട്ട് ഫുള്ള് ലിറ്ററലി തലവേദന എടുത്തിട്ടാണ് തിയേറ്ററിൽ നിന്ന് ഇറങ്ങിയത്. അപ്പോൾ അതിൻ്റെ വേറൊരു വേർഷനായിരുന്നു ഈ ഒരു സിനിമയിൽ രവി ഭാസ്കറിൻ്റെ സ്കോറിങ്. മ്യൂസിക്കും പ്രത്യേകിച്ച് ഒരു മേന്മയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പെർഫോമൻസിൻ്റെ കാര്യം പറയാനാണെങ്കിൽ ആൻ്റണി വർഗീസ് നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. പരമാവധി എഫേർട്ട് ഇട്ട് ആക്ട് ചെയ്യുന്ന ഒരാളാണ്. പക്ഷേ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് കൊണ്ടുവരാനായിട്ട് സ്ക്രീനിലേക്ക് എത്തിക്കാനായിട്ട് ഡയറക്ടർക്ക് സാധിച്ചിട്ടില്ല. ബാക്കി പെർഫോമൻസ് പറയുകയാണെങ്കിൽ കബീർ ദുഹാൻ സിംഗ് ഉണ്ട്, ജഗദീഷ് നല്ലൊരു റോൾ ചെയ്തിട്ടുണ്ട്, ആൻസൺ പോൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് നായിക എന്ന് പറയാനായിട്ട് അങ്ങനെ പ്രത്യേകിച്ചൊരു സ്പെസിഫിക് റോളും കാര്യങ്ങളൊന്നുമില്ല. ഒരു ആക്ട്രസ് വരുന്നുണ്ട്, പക്ഷെ അവർക്കും കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല. പിന്നെ ഇതിൽ ഞാൻ ഏറ്റവും ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് വെച്ചാൽ ഹനാൻ ഷാനെ കൊണ്ട് ഒരു ഡയലോഗ് പോലും പറയിപ്പിച്ചിട്ടില്ല. അഥവാ അദ്ദേഹം വാ തുറന്നു കഴിഞ്ഞാൽ ചിറാപ്പുഞ്ച് പാടും എന്നൊരു പേടി കൊണ്ടാണ് എന്നെനിക്ക് ഡൗട്ടുണ്ട്. കാരണം ഹനാൻ ഷായ്ക്ക് ഒരു ഡയലോഗ് പോലും ഇല്ല. പിന്നെ ഇതിനകത്ത് ഹിപ്സ്റ്റർ വരുന്നുണ്ട്, എന്തിനോ വേണ്ടി വരുന്നുണ്ട്, ജാക്കറ്റൊക്കെ ഇട്ട് തൊപ്പിയൊക്കെ വെച്ച് ഇവിടെ ഒരു മൂക്ക് കയറൊക്കെ ഇട്ടിട്ട് അങ്ങനെ വന്ന വഴി തന്നെ അദ്ദേഹം പോകുന്നുണ്ട്. ഒരു ഇമ്പാക്റ്റും ഇല്ല, ഒരു തരത്തിലുള്ള ഒരു എലവേഷൻ മൊമെൻ്റ് ഒന്നും തന്നെ നമുക്ക് സിനിമയിൽ കിട്ടിയിട്ടുമില്ല. പിന്നെ സിനിമയിൽ 2 മെയിൻ ഡയറക്ടേഴ്സിൻ്റെ ഒരു ക്യാമിയോ ഉണ്ട്. അത് ആരൊക്കെയാണെന്ന് ഞാൻ എടുത്ത് പറയുന്നില്ല. അറ്റ്ലീസ്റ്റ് ക്യാമിയോ കാണാനെങ്കിലും ആളുകൾ തിയേറ്ററിലേക്ക് പോകുന്നുണ്ടെങ്കിൽ പോയിക്കോട്ടെ. അവസാനം ഒരു സിനിമയുടെ ഒരു അനൗൺസ്മെൻറ്റും കൂടി ഉണ്ട്. അത് ഏറെക്കുറെ നമുക്ക് ഊഹിക്കാവുന്ന തരത്തിലുള്ള ഒരു ടൈപ്പ് അനൗൺസ്മെൻറ്റ് തന്നെയായിരുന്നു. എങ്കിൽ പോലും ഞാനത് സ്പോയിൽ ചെയ്യുന്നില്ല. സോ ഓവറോൾ നോക്കുകയാണെങ്കിൽ
എനിക്കൊരു ബിലോ ആവറേജ് എക്സ്പീരിയൻസ് മാത്രമാണ് ഈ ഒരു സിനിമയിൽ നിന്ന് കിട്ടിയത്. ഹൈ ആൻറ്റിസിപ്പേഷൻ ഉണ്ടായിരുന്നു, നല്ല ഹോപ്പ് ഉണ്ടായിരുന്നു. എത്രയൊക്കെ പ്രതീക്ഷിക്കണമെന്ന് പറഞ്ഞാലും നല്ലൊരു ആക്ഷൻ ഫ്ലിക്ക് പ്രതീക്ഷിച്ചാണ് ഞാൻ പോയത്. ആക്ഷനും അത്ര പോയിന്റിലേക്ക് എത്തിയില്ല. ഇതിൻ്റെ സ്റ്റോറിയും വളരെ ജനറിക് ആയിട്ടുള്ള സ്റ്റോറി. അവർ തമ്മിലുള്ള റൈവലറിയും ആ ഒരു ഗ്യാങ് വാറും പരിപാടി വളരെ ക്ലീഷേഡാണ്. ഒരുപാട് സിനിമകളുടെ കണ്ടു മടുത്തൊരു കാര്യമാണ്. കുറേ സമയത്തേക്ക് ഇത് മാർക്കോടെ ഒരു സ്പിൻ ഓഫ് പോലെയൊക്കെ തോന്നും. മേക്കിങ്ങിൻ്റെ കാര്യത്തിൽ അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ട്. പിന്നെ ഒരുപാട് സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പുഷ്പയുടെ ഒരു ഫീല്. അപ്പോൾ ആകെ തുകയായിട്ട് കുറേ സിനിമകളുടെയൊക്കെ ഒരു അവിയൽ പരുവമായിട്ട് മാത്രമാണ് ഈ ഒരു സിനിമ എനിക്ക് തോന്നിയത്. നിങ്ങൾ സിനിമ കണ്ടിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ടോട്ടലി എൻ്റെ ഡിഫറെൻറ്റ് ഒപ്പീനിയൻ ഉണ്ടാവും. നിങ്ങളുടെ ഒപ്പീനിയനും എൻ്റെ റിവ്യൂവിനെ പറ്റിയുള്ള ഒപ്പീനിയനും നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.